ഹലോ ഗൈസ്, ഇന്നത്തെ നമ്മുടെ റിവ്യൂ നമ്മുടെ വനജാമയുടെ അമ്മാസ് പിക്കിൾസ് എന്നുള്ള 2 പിക്കിൾസ് ആണ്. ഇത് ഉണക്കമുന്തിരി പിക്കിളും പിന്നെ ഇത് ഗാർലിക് പിക്കിളും. ഇത് ആക്ച്വലി എനിക്ക് വന്നിട്ട് കുറച്ച് നാളായി. ഞാൻ പക്ഷേ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പിക്കിൾ കഴിഞ്ഞിട്ടാണ് ഞാനിത് പൊട്ടിക്കാറുള്ളൂ. കാരണം വനജാമയുടെ പിക്കിൾസ് വരുന്നത് പാക്കറ്റിലാണ്, പ്ലാസ്റ്റിക് പാക്കറ്റിലാണ്. അപ്പോൾ നമുക്കിങ്ങനെ തോന്നുമ്പോൾ പൊട്ടിച്ചെടുക്കാൻ പറ്റില്ല. അത് നമ്മൾ പാക്കറ്റ് പൊട്ടിച്ച് ഇതുപോലെ പകർത്തണം. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും നാൾ വൈകിയത്. അപ്പോൾ ആദ്യത്തെ പിക്കിളാണ് ഉണക്കമുന്തിരി കോമൺ ആയിട്ട് പിക്കിൾ ഉണ്ടാക്കുന്ന ഒരു ഐറ്റം അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയാൻ ആ ഉണക്കമുന്തിരിയുടെ മധുരവും മുളകിൻ്റെ എരിവും ഒക്കെ കൂടി ചേർന്നിട്ടുള്ളൊരു വെറൈറ്റി ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഉണക്കമുന്തിരി പിക്കിൾ ടേസ്റ്റ് ചെയ്യാം. ഞാൻ ആക്ച്വലി ഇതിൻ്റെ വലിയ ഫാനല്ല. ഇതിൻ്റെ ഫാൻ എൻ്റെ ഹസ്ബൻഡാണ്. കാരണം എനിക്ക് ഉണക്കമുന്തിരിയായിട്ട് കഴിക്കാനേ ഇഷ്ടമുള്ളൂ. അത് വേറെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ, അതായത് പായസത്തിൽ ബിരിയാണിയിലൊക്കെ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഉണക്കമുന്തിരി ഇഷ്ടമല്ല. അത് വെറുതെ ഡ്രൈ ആയിട്ട് കഴിക്കാനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു പിക്കിളിനോട് പ്രത്യേകിച്ച് താല്പര്യമില്ല. പക്ഷേ നിങ്ങളെ കാണിക്കാൻ ഞാൻ ടേസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഉണക്കമുന്തിരി. നല്ല വലുപ്പമുള്ള ഉണക്കമുന്തിരിയാണ്. അപ്പോൾ ടേസ്റ്റ് ചെയ്യാം. ഞാൻ പറഞ്ഞില്ലേ, ആ മുന്തിരിയുടെ മധുരവും എരിവും കൂട്ടിക്കലർന്ന ഒരു പ്രത്യേക ടേസ്റ്റാണ്. എനിക്ക് ആ ഒരു എന്താ പറയുക, ഉണക്കമുന്തിരി ആയതുകൊണ്ടുള്ളൊരു ബുദ്ധിമുട്ട് മാത്രമാണ്. പക്ഷേ ദ പിക്കിൾ ഇസ് റിയലി ഗുഡ്. ശരിക്കും ഈ മധുരവും എരിവും കൂട്ടിക്കലർന്ന ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാവും ഉണക്കമുന്തിരി അച്ചാർ. അടുത്തത് എൻ്റെ ഫേവറേറ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ് ഗാർലിക്. അത് എന്തിലും കറിയിലായാലും വെറുതെ ഉപ്പിട്ട ഗാർലിക് ആയാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഗാർലിക് പിക്കിൾ. അയ്യോ, നിങ്ങൾക്കിത് മണക്കാൻ പറ്റില്ല എന്നുള്ളൊരു സങ്കടം മാത്രമേ എനിക്കുള്ളൂ. ഭയങ്കര ടേസ്റ്റാണ്. പക്ഷെ ഇങ്ങനെ സൂക്ഷിച്ച് കഴിക്കണം, ഭയങ്കര കാലറി അല്ലേ. അപ്പോൾ നമ്മുടെ ഗാർലിക് പിക്കിൾ ഇത് കണ്ടോ, അസാധ്യ ടേസ്റ്റാണ്. എന്ന് പറഞ്ഞാൽ ഒരിച്ചിരി ചോറിൻ്റെ കൂടെയോ അല്ലെങ്കിൽ മക്രോണിയുടെ കൂടെയോ ഇട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു എണ്ണയും കണ്ടോ കൂട്ടിയിട്ട് മിക്സ് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ അസാധ്യ ടേസ്റ്റാണ്. അപ്പോൾ ഗാർലിക് പിക്കിൾ കഴിക്കാം കേട്ടോ. നമുക്ക് സൂപ്പർ. ആ ഗാർലിക് ഉണ്ടല്ലോ, അതിലിരുന്ന് ഇങ്ങനെ ഉടഞ്ഞു പോകുന്ന ആ ടേസ്റ്റ് അസാധ്യ ടേസ്റ്റാണ്. വനജാമ ഇത് 2 മാത്രമല്ല കേട്ടോ. മാങ്ങ അച്ചാർ, ചെമ്മീൻ അച്ചാർ, മീൻ അച്ചാർ, അങ്ങനെ ഒരുപാട് വെറൈറ്റി അച്ചാർസ് നമ്മുടെ വനജാമ ചെയ്യുന്നുണ്ട്. ശരിക്കും വനജാമ ഒരു ഇൻസ്പിറേഷനാണ് കേട്ടോ. കാരണം ഈ പ്രായത്തിലും അറിയാവുന്ന പണി വെച്ചിട്ട് സ്വന്തമായി അധ്വാനിച്ച് സ്വന്തം കാര്യങ്ങൾ കൂടാതെ അവരുടെ മക്കളുടെയും കാര്യങ്ങൾ കാണാൻ വേണ്ടി പൈസ ഉണ്ടാക്കുന്ന വനജാമ ശരിക്കും ഒരു ഇൻസ്പിറേഷനാണ്. എല്ലാവരും കണ്ടുപഠിക്കേണ്ട ഒരാളാണ്. അപ്പോൾ വനജാമയുടെ പിക്കിൾസ് വാങ്ങി എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നിങ്ങളൊരു സംരംഭത്തെ മാത്രമല്ല, ഒരു കുടുംബത്തെ തന്നെയാണ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ മറ്റൊരു റിവ്യൂ ആയിട്ട് വരുന്നവരെ ബൈ.